എല്ലാവർക്കും നമസ്കാരം. ഹെൽത്ത് ഇൻഷുറൻസ് രണ്ട് തരത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ സാധാരണ മെഡിക്ലെയിം പോലെ ഇൻഡെംനിറ്റി പ്ലാൻ, അതായത് എത്രയാണോ നമുക്ക് നഷ്ടം, അതായത് നഷ്ടം എന്ന് വെച്ചാൽ ഇപ്പോൾ മെഡിക്കൽ ബിൽ നമ്മുടെ 5 ലക്ഷം രൂപയുടെ പോളിസി ആണെങ്കിലും 1 ലക്ഷം രൂപയുടെ ബില്ലാണെങ്കിലും 1 ലക്ഷം എത്രയാണോ നമ്മുടെ നഷ്ടം അത് നികത്തുന്ന ഇൻഡെംനിറ്റി പ്ലാൻസ്. പിന്നെ ഫിക്സഡ് ബെനിഫിറ്റ് പ്ലാൻസ്, അതായത് നമ്മുടെ സമ്മർഷ്യൂർഡ് എത്രയാണോ അത് മുഴുവൻ തരുന്ന പേഴ്സണൽ ആക്സിഡന്റ് പോലെ ക്രിട്ടിക്കൽ ഇൽനെസ് പോലത്തെ ഫിക്സഡ് ബെനിഫിറ്റ് പ്ലാൻ. നമ്മുടെ 50 ലക്ഷം രൂപയുടെ ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അസുഖം ചെയ്ത് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ മുഴുവൻ തരുന്ന ഫിക്സഡ് ബെനിഫിറ്റ് പ്ലാൻസ്. ഇങ്ങനെ രണ്ട് ടൈപ്പാണുള്ളത്. ഇന്ന് ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാനിനെ കുറിച്ച്, അതായത് ICICI ലൊംബാർഡിന്റെ ക്രിട്ടി ഷീൽഡ് പ്ലസ് എന്ന പ്ലാനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്രിട്ടിക്കൽ ഇൽനെസ് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ 1-2 കൊല്ലം നമുക്ക് ജോലിക്ക് വർക്ക് ചെയ്യാൻ പോകാൻ സാധിക്കാതെ വരും. നമുക്ക് ചിലപ്പോൾ ഒരു ഹോം നേഴ്സിനെ വെക്കേണ്ടി വരും. അപ്പൊ നമുക്കൊരു നമ്മുടെ ജോലിയിൽ നിന്നുള്ള ഇൻകം നഷ്ടമാവും. അപ്പൊ നമുക്കൊരു ഒരുമിച്ച് ഇപ്പം ഇൻഷുറൻസ്, അതായത് മെഡിക്ലെയിം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ബിൽസ് അതിൽ സെറ്റിൽ ആയി പോകും. പക്ഷെ എങ്കിൽ പോലും എക്സ്ട്രാ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു 20 lakhs 50 lakhsന്റെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാൻ എപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബെസ്റ്റ് പ്ലാനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ICICI ലൊംബാർഡിന്റെ ക്രിട്ടി ഷീൽഡ് പ്ലസ് പ്ലാനിനെ കുറിച്ച്. ഈ പ്ലാനിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്ന ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ആദ്യം തന്നെ ഈ പ്ലാനിന്റെ എലിജിബിലിറ്റി കണ്ടീഷൻ നോക്കാം. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആളുകൾക്ക് പ്രപ്പോസർ ആയിട്ട് ഈ പ്ലാനിൽ എൻ്റർ ചെയ്യാം. ബാക്കി ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. 3 മാസം പ്രായമുള്ള കുട്ടിയെ വരെ ആഡ് ചെയ്യാം. പക്ഷെ പ്രപ്പോസർക്ക് 18 മുതൽ 65 വയസ്സ് വരെ ഏജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പോളിസി നമുക്ക് 1 year 2 year 3 year ഒരുമിച്ച് പ്രീമിയം അടച്ചുള്ള പോളിസി നമുക്ക് എടുക്കാവുന്നതാണ്. മൾട്ടി ഇയർ പോളിസി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മിനിമം സമ്മർഷ്യൂർഡ് 5 ലക്ഷമാണ്. മാക്സിമം സമ്മർഷ്യൂർഡ് എടുക്കാവുന്നത് 40 lakhs ആണ് ഈ പ്ലാനിൽ. അതുപോലെ തന്നെ 5 കൊല്ലം കൂടുമ്പോൾ ഈ പ്ലാനിൽ പ്രീമിയം കൂടിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ എടുത്തു, പിന്നെ നെക്സ്റ്റ് 2030 അങ്ങനെ 5 years കൂടുമ്പോൾ പ്രീമിയം കൂടും. ഇതൊക്കെയാണ് ഈ പ്ലാനിന്റെ എലിജിബിലിറ്റി കണ്ടീഷൻ. 92ഓളം മേജർ ആൻഡ് മൈനർ ഇൽനെസ്സുകളെ, ക്രിട്ടിക്കൽ ഇൽനെസ്സുകളെ കവർ ചെയ്യുന്ന പ്ലാനാണ് ICICI ലൊംബാർഡിന്റെ ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാൻ. അതിൽ മേജർ ആയിട്ടുള്ള ഡിസീസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% സമ്മർഷ്യൂർഡ്, നമുക്ക് 20 ലക്ഷം സമ്മർഷ്യൂർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 20 ലക്ഷവും തരുന്ന പ്ലാനാണ് അത്. അതുപോലെ തന്നെ മൈനർ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ 25% സെറ്റിൽ ചെയ്യും. അതായത് നമുക്ക് മൈനർ ആയിട്ടുള്ള ഒരു ഇതിലത്തെ ഡിസീസ്, ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഡിസീസ്, മൈനർ ആയിട്ടുള്ള ഡിസീസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്കിപ്പോൾ 10 lakhsന്റെ പോളിസിയാണ് എടുത്തില്ലെങ്കിൽ 2.5 ലക്ഷം തരുന്ന പ്ലാനാണ് ഇത്. ഇതിന്റെ ലിസ്റ്റ് വേണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ഞാൻ തരാം. ഇതിൽ മൾട്ടി ക്ലെയിം ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു 5 ബക്കറ്റിലായിട്ടാണ് ക്രിട്ടിക്കൽ ഇൽനെസ്സിനെ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ക്രിട്ടിക്കൽ ഇൽനെസ് ക്യാൻസർ എന്നുള്ള ഒരു ബക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് റിലേറ്റഡ് അസുഖങ്ങളുടെ, മേജർ ഓർഗാൻസിന്റെ ഒരു ബക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളുടെ ബക്കറ്റ് ഉണ്ട്. പിന്നെ അതർ ഇൽനെസ്. ഇപ്പം ഇതില് എന്താ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ, ഏതെങ്കിലും ഒരു ബക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ സമ്മർഷ്യൂർഡ് മാത്രമേ നമുക്ക്, അതായത് 25 ലക്ഷത്തിന്റെ പ്ലാൻ എടുത്തു, നമുക്ക് ക്യാൻസർ പോലത്തെ അസുഖം മേജർ വന്നു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപയുടെ എമൗണ്ട് തരും. അതിനുശേഷവും പ്ലാൻ കണ്ടിന്യൂ ചെയ്യുന്നർത്ഥം. പിന്നെ ഭാവിയിൽ 2-3 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അതും തരും. അങ്ങനെ 5 ബക്കറ്റിലും നമുക്ക് യൂസ് ചെയ്യാം. ലൈഫ് ലോങ് റിന്യൂവബിലിറ്റി ഉള്ള ഒരു പ്ലാനാണ് ഈ പ്ലാൻ എന്നർത്ഥം. അതുപോലെ തന്നെ 106 സർജിക്കൽ പ്രൊസീജിയേഴ്സും ഈ പ്ലാനിൽ കവേർഡ് ആണ്. അപ്പം ഈ പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും അമർത്തുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത് കൂടുതൽ പേരിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ലൈക്ക് ബട്ടൺ എന്തായാലും അമർത്തുക. അതുപോലെ തന്നെ ഈ പ്ലാനിന്റെ കൂടെ നമുക്ക് പേഴ്സണൽ ആക്സിഡന്റ് റൈഡർ ആയിട്ട് എടുക്കാം. ഇതിന് സർവൈവൽ പീരീഡ് ഇല്ല. അതായത് നമ്മളിപ്പോ ഈ അസുഖം വന്നിട്ട് ഇത്ര ദിവസം ജീവിക്കണം എന്നൊന്നുമില്ല. നമുക്ക് day 1 തൊട്ട് തന്നെ ഈ പ്ലാൻ കവേർഡ് ആണ്. ചില പ്ലാനുകൾ നമുക്ക് ഈ അസുഖം വന്ന് 7 days സർവൈവൽ വേണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ സർവൈവൽ പീരീഡ് ഇല്ല. ഇതൊരു വലിയ കാര്യമാണ് ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാൻ എടുക്കുമ്പോൾ. അതുപോലെ തന്നെ വെയിറ്റിംഗ് പീരീഡ് 90 days ആണ്. അതായത് പ്ലാൻ എടുത്ത് 90 days കഴിഞ്ഞിട്ടാണ് പ്ലാൻ ആക്ടിവേറ്റ് ആവുന്നത്. 3 months കഴിഞ്ഞ്, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് August 23rd കഴിഞ്ഞിട്ടാണ്, അതായത് August 23rd, ഇന്നത്തെ ഡേറ്റ് May 23rd ആണ്. August 23rd 2025 കഴിഞ്ഞിട്ടാണ് പ്ലാൻ ആക്ടിവേറ്റ് ആവുന്നത്. ഇനി ലിസ്റ്റുകൾ ഞാൻ പറഞ്ഞു, ഞാൻ വാട്സപ്പ് ചെയ്യാം. ഇതിപ്പം നമുക്ക് ക്യാൻസറിന്റെ ആണെങ്കിൽ നമുക്ക് മേജർ ക്യാൻസർ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ക്യാൻസറിന്റെ മേജറിൽ വരുന്നുണ്ട്. മൈനറിൽ ഏർലി സ്റ്റേജ് ഓഫ് ക്യാൻസർ. അതുപോലെ ഹാർട്ട് ആണെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി. നെർവസ് സിസ്റ്റം ആണെങ്കിൽ സ്ട്രോക്ക് മേജർ ആണ്. ഇതുപോലത്തെ ഇതിന്റെ ലിസ്റ്റ് 92 അസുഖങ്ങളുടെയും ലിസ്റ്റ് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പ് ചെയ്തു തരാം. പ്ലാൻ എടുക്കണമെങ്കിലും എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.
പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞ ബക്കറ്റ് പറഞ്ഞു. 5 ബക്കറ്റ് പറഞ്ഞതിൽ ഒരെണ്ണം ക്യാൻസർ, ഒരെണ്ണം ഹാർട്ട്, ഒരെണ്ണം നെർവസ് സിസ്റ്റം, ഒരെണ്ണം മേജർ ഓർഗാൻസ്. അതേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3rd ഡിഗ്രി ബേൺസ് ഏറ്റവും 3rd ഡിഗ്രി ബേൺസിൽ നമുക്ക് മേജർ ആയിട്ട് 100% സെറ്റിൽ ചെയ്യും സമ്പർഷോട്. മൈനർ ആണെങ്കിൽ മന്ത് പോലത്തെ എലിഫന്റാസ് പോലത്തെ അസുഖങ്ങൾ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇതിന്റെ ലിസ്റ്റ് വേണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിസ്റ്റ് അയച്ചു തരാം ഈ 92 അസുഖങ്ങളുടെയും. ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാൻ എടുക്കുമ്പോൾ നമ്മൾ എക്സ്ക്ലൂഷൻസ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഫസ്റ്റ് 90 ഡേയ്സ് ഇത് കവേർഡ് അല്ല, നമ്മൾ പ്ലാൻ എടുത്ത് 90 ഡേയ്സ് കവേർഡ് അല്ല, അതിനുശേഷമാണ് പ്ലാൻ ആക്ടിവേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ PD എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മൾ ഒരു ചാൻസ് എടുക്കാൻ പാടില്ല. കാരണം കമ്പനിയും നമുക്ക് ഒരുമിച്ചൊരു എമൗണ്ട്, നമ്മൾ ചിലപ്പോൾ ഒരു 10,000-20,000 പ്രീമിയം എടുക്കുമ്പോൾ നമുക്ക് 10 ലക്ഷം തരുന്ന പ്ലാനാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ അണ്ടർറൈറ്റിംഗ് പ്രോസസ് സ്ട്രോങ് ആയിരിക്കും. അവിടെ PD പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടെങ്കിൽ എന്തായാലും ഇതിൽ കാണിക്കണം, എന്തായാലും ഹെൽത്ത് ഇൻഷുറൻസിലും കാണിക്കണം. പക്ഷേ ഇവിടെ മോർ ഇമ്പോർട്ടന്റ് ആണെന്നർത്ഥം. അതുപോലെ തന്നെ ബൈ ബർത്ത് ഉള്ള അസുഖങ്ങൾ ഇതിൽ കവേർഡ് അല്ല, ബൈ ബർത്ത് ആയിട്ടുള്ള അസുഖങ്ങൾ ഇതിൽ കവേർഡ് അല്ല. ബ്രീച്ച് ഓഫ് ലോ, അതായത് നമ്മൾ നിയമം തെറ്റിച്ച് ഉണ്ടാവുന്ന എന്തെങ്കിലും അപകടങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളിൽ അതുപോലുള്ള ഇതിൽ ഈ പ്ലാൻ കവേർഡ് അല്ല. അതുപോലെ തന്നെ ആക്ട് ഓഫ് വാർ ഓർ നാച്ചുറൽ കലാമിറ്റി സംഭവിക്കുന്ന, ഇപ്പൊ നമ്മൾ എടുത്തു തന്നെ കണ്ടു, വാറിൽ സംഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളിലായിട്ടുള്ള ഇതിൽ ഈ പ്ലാൻ കവേർഡ് അല്ല. ആർമി, നേവി, ആംഡ് ഫോഴ്സിൽ ആളുകൾക്ക് ഈ പ്ലാൻ അവൈലബിൾ അല്ല. ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ ഓർ അതർ ഡ്രഗ്സ് വഴി സംഭവിക്കുന്ന അസുഖങ്ങൾക്കും ഈ പ്ലാനിൽ കവേർഡ് അല്ല. ഇതിന്റെ പ്രീമിയം അറിയണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്രോക്സിമേറ്റ്ലി ഒരു 36-40 വയസ്സ്, ഒരു 36 മുതൽ 40 വയസ്സുള്ള ഒരാൾക്ക് 10 ലക്ഷത്തിന് അറൌണ്ട് ഒരു 10,000 റുപ്പീസിന് അടുത്താണ് വരുന്നത്. 10 ലക്ഷം സമ്മർഷോണ്ട് 40 ലക്ഷത്തിന് 30,000 രൂപയാണ്. കൃത്യമായുള്ള പ്രീമിയം അറിയണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രീമിയം എടുത്തു തരുന്നതായിരിക്കും. ഇനി ഇതിൽ മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, പോളിസി ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. PEDs കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ക്ലെയിം ചെയ്യണത്, നമുക്കിത് എന്തെങ്കിലും അസുഖം ഡിറ്റക്ട് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് എമൗണ്ട് തരുന്ന പ്ലാനാണ്. അപ്പോൾ നമ്മൾ ക്ലെയിം ഫോം ഫിൽ ചെയ്ത് കമ്പനിക്ക് കൊടുക്കുക. ക്ലെയിം അതിനുശേഷം നമുക്ക് അതിന്റെ ഡിസാസ്റ്റർ സമ്മറി, ട്രീറ്റിംഗ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി അത് അസസ് ചെയ്തതിനു ശേഷം നമ്മുടെ സമ്മർഷോട് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു 30 to 60 ഡേയ്സ് ആണ് നമ്മുടെ ക്ലെയിം സെറ്റിൽമെന്റിന് ഈ കമ്പനി ICICI ലോംബാർഡ് പറയുന്നത്. ICICI ലോംബാർഡിന്റെ ക്രിട്ടി ഷീൽഡ് പ്ലസ് എന്നുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ പ്ലാൻ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാൻ കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാനോ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം. ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.